ഏത് നദീതീരത്താണ് കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? ഹുഗ്ലി. വയനാട്ടിലെ ഏത് മലനിരകളിലാണ് എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്? അമ്പുകുത്തി മലനിരകളിൽ. മെയിൻ കാംഫ് ആരുടെ ആത്മകഥയായിരുന്നു? അഡോൾഫ് ഹിറ്റ്ലർ. ചരിത്രരേഖകളിൽ ഹെർക്വല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം ഏതാണ്? കാസർഗോഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് 1991 ഡൽഹിയെ ദേശീയതല പ്രസ്ഥാന പ്രദേശമാക്കി മാറ്റിയത്? 69. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്തിട്ടുള്ള വ്യക്തി ആരാണ്? കെ നായർ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെക്കുറിച്ച് രഹ്ല എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഇബൻ ബത്തൂത്ത. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറം. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏത്? അസ്ട്രോസാറ്റ്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ബാവലിപ്പുഴ. കാർബൺ 14 അർദ്ധായുസ് എത്ര വർഷം? 5730. ഏറ്റവും കൂടുതൽ കെയർ ഫാക്ടറികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? ലാല ഹർദയാൽ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഈ ഇംഗ്ലീഷ് വാക്യത്തിന്റെ മലയാള അർത്ഥം എന്താണ്? വിരളമായി. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ യുദ്ധ പൈലറ്റ് ആരാണ്? ഭാവന കാന്ത്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്ന പദ്ധതി ഏതാണ്? അന്നപൂർണ. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? 2. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം ഏതാണ്? സിലിക്കൺ. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയയുടെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. ആദ്യമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ്? ജോസഫ് എഡ്വേർഡ് മുറെ.